ഞാൻ വിപിൻ വിജയൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 90 കാലഘട്ടത്തിൽ ജനിച്ചവരെ വീട്ടിലെ കുഞ്ഞുമുറിയിലിരുന്ന് ലോകം കാണാൻ കൊതിപ്പിച്ച ഒരേ ഒരു മലയാളി. ആ മലയാളിയെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ. മലയാളികൾക്ക് പ്രത്യേക ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാത്ത സന്തോഷ് ജോർജ് കുളങ്ങര. വർഷം 1971 ഡിസംബർ മാസം 25-ാം തീയതി കേരളത്തിലെ മരങ്ങാട്ടുപള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് സന്തോഷ് ജോർജ് കുളങ്ങര ജനിച്ചത്. ഒരു ചെറിയ പട്ടണമായ മരങ്ങാട്ടുപള്ളിയിൽ വളർന്ന സന്തോഷിന് ലോകത്തെക്കുറിച്ച് സ്വാഭാവിക ജിജ്ഞാസ ഉണ്ടായിരുന്നു. യാത്രകളോടും കഥപറച്ചിലുകളോടുമുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം ചെറുപ്പം മുതലേ പ്രകടമായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പാരലൽ കോളേജിൽ നിന്ന് എല്ലാ വർഷവും പോകുന്ന ചെറിയ യാത്രകളായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ യാത്രകളോടുള്ള അഭിനിവേശത്തിന്റെ തുടക്കം. വിദ്യാഭ്യാസത്തിന് ശേഷം SGK ജേർണലിസത്തിലും മീഡിയയിലും ഒരു കരിയർ പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസ് ലിമിറ്റഡ് സ്ഥാപിച്ചു. അത് വിദ്യാഭ്യാസപരമായ ഉള്ളടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സാഹസിക മനോഭാവവും വിഷ്വൽ മാധ്യമങ്ങളോടും യാത്രകളോടും ഉള്ള തന്റെ ഇഷ്ടം കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. എങ്ങനെയും തനിക്ക് ടെലിവിഷൻ രംഗത്ത് തന്റേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് തുടക്കം മുതൽ SGK ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പല ശ്രമങ്ങളും നടത്തി. 90s കിഡ്സിന്റെ വികാരമായിരുന്നു സഞ്ചാരം എന്ന പ്രോഗ്രാം. നമ്മുടെ കുഞ്ഞു വീട്ടിലിരുന്ന് നമ്മൾ ആ ചെറിയ സ്ക്രീനിൽ വലിയ ലോകം കണ്ടു തുടങ്ങി. സഞ്ചാരം ഇന്നും മലയാളികൾക്കൊരു വികാരമാണ്. 2001 SGK ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ഒരു ട്രാവൽ ഡോക്യുമെന്ററി പരമ്പരയായി സഞ്ചാരം ആരംഭിച്ചു. ഈ തകർപ്പൻ ഷോ ലോകരാജ്യങ്ങളിലെ കാഴ്ചകളും ശബ്ദങ്ങളും സംസ്കാരങ്ങളും കേരളീയർക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റി. യാത്രകൾ കേട്ടുകേൾവി മാത്രമായിരുന്ന കാലത്ത് വലിയൊരു ക്യാമറയുമായി ലോകം കാണാൻ അല്ല, മലയാളികളെ ലോകം കാണിക്കണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം ആരംഭിച്ച സഞ്ചാരം എന്ന പരിപാടി മലയാളികൾക്ക് ഇന്നും ഒരു വികാരമാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ തനതായ കഥ പറച്ചിൽ ശൈലിയും ഷൂട്ട് ചെയ്ത കാഴ്ചകളിലെ വിസ്മയങ്ങളും സഞ്ചാരം എന്ന പ്രോഗ്രാമിനെ ജനപ്രിയമാക്കി. വർഷങ്ങളായി അഭിമാനകരമായ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി അംഗീകാരങ്ങൾ സന്തോഷിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യാത്ര വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഇന്നത്തെ പോലെ ഫോണിന്റെ സ്ക്രീനിൽ മാപ്പ് നോക്കി പോകാനുള്ള ടെക്നോളജി വികസിക്കാത്ത കാലത്തായിരുന്നു SGKയുടെ യാത്രകളുടെ തുടക്കം. വിദേശ ഭാഷകൾ സംസാരിക്കുന്നത് മുതൽ കഠിനമായ കാലാവസ്ഥകൾ വരെ SGKയുടെ യാത്രകളോടുള്ള അഭിനിവേശത്തിനു മുന്നിൽ തലകുനിച്ചു. SGK അദ്ദേഹത്തിന്റെ യാത്രാനുഭവങ്ങൾ കൂടുതൽ ആളുകൾക്ക് കാണുവാനും അത് സൂക്ഷിക്കുവാനുമായി സഞ്ചാരത്തിന്റെ ഡിസ്ക് പുറത്തിറക്കി. നിശ്ചിത വില തീരുമാനിച്ചിറക്കിയ ആ തീരുമാനവും ജനങ്ങൾ ഏറ്റെടുത്തു. പല ലക്കങ്ങളായി 2024 എന്ന ഈ വർഷത്തിലും സഞ്ചാരത്തിന്റെ പെൻഡ്രൈവ് വാങ്ങാൻ ആളുകളുണ്ട്. വിഷ്വൽ മീഡിയ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വേണ്ടി തനിക്ക് സ്വന്തമായൊരു ചാനൽ വേണം. അങ്ങനെയാണ് സഫാരി എന്ന TV ചാനലിന് തുടക്കമിടുന്നത്. സഫാരി TV സന്തോഷ് ജോർജ് കുളങ്ങര സ്ഥാപിച്ച ഒരു അതുല്യ യാത്രാ പരിവേഷണ ചാനലാണ്. മലയാളികൾ ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ചാനൽ. സഫാരി TV 2013 പ്രവർത്തനം ആരംഭിച്ചു. അന്നും ഇന്നും 1 രൂപയുടെ പരസ്യം പോലും നൽകാതെയാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നത് എന്ന് കേൾക്കുന്നവർക്ക് ആദ്യം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സന്തോഷ് ജോർജ് കുളങ്ങര തന്റെ ട്രാവൽ ഡോക്യുമെന്ററി പരമ്പരയായ സഞ്ചാരത്തിൽ നിന്നുള്ള വിപുലമായ അനുഭവം സഫാരി എന്ന TV ചാനൽ തുടങ്ങാൻ പ്രേരണയായി. ലോകത്തിലെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ, പ്രകൃതി സൗന്ദര്യം, ചരിത്രപരമായ ലാൻഡ്മാർക്കുകൾ എന്നിവ പര്യവേക്ഷണം ചെയ്യാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമാണ് ചാനൽ ലക്ഷ്യമിടുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സാഹസികത ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. 2007 വിർജിൻ ഗാലക്റ്റിക് പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയായി തിരഞ്ഞെടുത്തു. വിർജിൻ ഗാലക്റ്റിക് കമ്പനി തുടക്കമിടാൻ പോകുന്ന വിനോദസഞ്ചാരികളുടെ ഒരു സാഹസിക പര്യവേക്ഷണത്തിലേക്കാണ് അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തത്. ഇപ്പോഴും അതിന്റെ ട്രെയിനിങ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ വിർജിൻ ഗാലക്റ്റിക് സെന്റർ സന്ദർശിക്കാറുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര. പയനിയറിംഗ് സ്പിരിറ്റ് അദ്ദേഹത്തിന്റെ അതിരുകളില്ലാത്ത ജിജ്ഞാസയുടെയും അതിരുകൾ കടക്കാനുള്ള ആഗ്രഹത്തിന്റെയും തെളിവാണ്. കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ SGKയുടെ സാഹസിക യാത്ര യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. തിരക്കേറിയ ഷെഡ്യൂളുകൾക്കിടയിലും SGK തന്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാത്തിനുമിടയിലൂടെ ആഴത്തിൽ വേരൂന്നിയ ഒരു കുടുംബനാഥനായും അദ്ദേഹം തുടരുന്നു. കുഞ്ഞു ക്യാമറയുമായി എല്ലാ ബസ് സ്റ്റോപ്പിലും കാണുന്ന ഇന്നത്തെ ന്യൂജൻ വ്ളോഗർമാരുടെ എല്ലാം തലവൻ അത് വലിയ ക്യാമറയുമായി യാത്ര തുടങ്ങിയ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം വളരെ ലളിതമാണ്. ലോകം ഒരു കുഞ്ഞു പുസ്തകമാണ്. യാത്ര ചെയ്യാത്തവർ ഒരു പേജ് മാത്രം വായിക്കുന്നു. ലോകത്തിന്റെ ഓരോ കോണിലും ഓരോ കഥകൾ പറയാനുണ്ടെന്ന് സന്തോഷ് തന്റെ യാത്രകളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ലോകം കാണാനും പഠിക്കാനും ഉള്ളതാണെന്ന് അദ്ദേഹത്തിന്റെ കഥ നമ്മെ പ്രചോദിപ്പിക്കും. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ
ലോകമെമ്പാടുമുള്ള കൂടുതൽ അവിശ്വസനീയമായ കഥകൾ പങ്കിടാൻ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി ഈ ഒരു പുതിയ സെഗ്മെന്റിലൂടെ കൂടുതൽ കഥ പറയാൻ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം.